ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഈ സ്നേഹത്തെ തള്ളിക്കളയില്ല. നമ്മൾ വെറും മനുഷ്യരാണ്. ഇന്നലെ ജനിച്ച് നാളെ മരിച്ചു പോകുന്ന വെറും മനുഷ്യര്. എന്നാൽ ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള 50, 60, 70 അല്ലെങ്കിൽ 100 വർഷം നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ എന്തുമാത്രം വേദനയിൽ കൂടിയാണ് കടന്നുപോയത്. കണ്ണുനീരിന്റെ ഉറവ പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ നിന്നാണ് പൊട്ടി ഒഴുകിയിട്ടുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ പോലും നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു, ആ വ്യക്തി വന്ന് ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ അടുക്കൽ വന്ന് അല്പനേരം ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ, പോട്ട് സാരമില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നില്ല. അതുകൊണ്ട് അനേകരും ആത്മഹത്യയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്റെ പ്രശ്നം പരിഹരിപ്പാൻ ലോകത്തിൽ ആരുമില്ല എന്നൊരു അറിവാണ് പലരെയും ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ നോക്കുവിന്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല സഹായകൻ വിണ്ണിലുണ്ട്, ആകാശത്തിലുണ്ട്. ആ സഹായകന്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയും അവൻ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും ചുമന്നുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ മരിക്കുകയും, മരിച്ചുവെങ്കിലും അവൻ അടക്കപ്പെട്ടുവെങ്കിലും കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള നല്ല വാർത്ത അറിയിക്കുന്നു. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുന്നുള്ള വചനമുണ്ട്.